ഇന്ത്യൻ എക്കോണമി 10th ചാപ്റ്റർ ഒരു നോട്ട് തരാണ്. കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്. ഇന്ത്യയും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ്. വികസന അനുഭവങ്ങൾ ഒരു താരതമ്യ പഠനം. കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്. ഗ്ലോബൽ എക്കണോമിക് ഗ്രൂപ്പിംഗ്, സാർക്ക്, ആസിയാൻ, G8, G20, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ എക്സെട്ര. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒന്ന് പഠിക്കണം. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സാർക്ക്, ആസിയാൻ, G8 കൺട്രീസ്, G20 കൺട്രീസ്, ബ്രിക്സ് കൺട്രീസ്, യൂറോപ്യൻ യൂണിയൻ, ഇതൊക്കെ ഒന്ന് അതിലെ അംഗങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കാം. ദെൻ ഡെവലപ്മെൻറ്റൽ പാത്ത്, എ സ്നാപ്ഷോട്ട് വ്യൂ. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വികസന അനുഭവങ്ങൾ ഒരു ചുരുക്ക രൂപത്തിൽ. ഇതിലൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ ഇൻഡിപെൻഡൻസ് 1947, ചൈന 1949. ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമാകുന്ന 1947, ചൈന 1949. 3 countries adopted planning strategy. പ്ലാനിങ് മൂന്ന് രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. സാമ്പത്തിക ആസൂത്രണം 3 രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ത്യ 5-year plan 1951, ചൈന 1953, പാകിസ്ഥാൻ 1956. പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ഇന്ത്യയിൽ തുടങ്ങിയത് 1951, ചൈനയിൽ 1953, പാകിസ്ഥാൻ 1956. എക്കണോമിക് റിഫോംസ് ഇൻ ഓൾ കൺട്രീസ്, ലിബറലൈസേഷൻ. സാമ്പത്തിക പരിഷ്കാരങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. കോമൺ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇതാണ് ചുരുക്ക രൂപത്തിൽ എല്ലാ രാജ്യങ്ങളുടെ ഒരു കമ്പാരിസൺ. 3 രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. ഇനി ചൈനയുടെ വികസന അനുഭവങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് പഠിക്കുകയാണ്. ചൈനീസ് എക്കണോമിക് സ്ട്രാറ്റജി. ചൈനയുടെ സാമ്പത്തിക തന്ത്രങ്ങൾ, ചൈനയുടെ വികസന അനുഭവങ്ങൾ. ഇൻ 1947, ദ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന വാസ് എസ്റ്റാബ്ലിഷ്ഡ്. മാവോ സെഡോങ് എന്ന് എഴുതാം. മാവോ സെഡോങ് became the supreme leader. All means of production were brought under government control. GLF campaign in 1958, the Great Leap Forward. Great Leap Forward എന്നാണ് GLF campaign. 1958 അത് നടപ്പിലാക്കി. To industrialize the country. രാജ്യത്തെ വ്യവസായവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു GLF നടപ്പിലാക്കിയത് 1958. 1949 ചൈന സ്വതന്ത്രമായി. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് അറിയപ്പെടുന്നത്. മാവോ സെ തുങ് ആയിരുന്നു അധികാരി. ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ബ്രോട്ട് അണ്ടർ ദ ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ് മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ചൈനയിൽ ഉണ്ടായിരുന്നത്. GLF ക്യാമ്പയിൻ എവിടെയാണെന്നൊക്കെ ചോദിക്കും. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, മഹത്തായ കുതിച്ച് ചാട്ട പരിപാടി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. 1958 ചൈനയിൽ വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ്. ഇനി കൃഷിയിൽ കമ്മ്യൂൺ സിസ്റ്റം ആയിരുന്നു നടപ്പിലാക്കിയത്. ദ കമ്മ്യൂൺ സിസ്റ്റം ഇൻ അഗ്രികൾച്ചർ 1958. കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് കലക്റ്റീവ് ഫാമിംഗ് ആണ്. കൂട്ടുകൃഷി, കലക്റ്റീവ് ഫാമിംഗ്. കമ്മ്യൂൺ സിസ്റ്റം ചൈനയിലാണ്. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോട്ട് എഴുതാം. ഇൻ 1965 മാവോ ഇൻട്രൊഡ്യൂസ്ഡ് ദ ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ. 1965 മഹത്തായ തൊഴിലാളി വിപ്ലവം നടപ്പിലാക്കി. നോട്ട് എഴുതാം. ഗ്രേറ്റ് പ്രൊലറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ. ഇതിൽ ഡോക്ടേഴ്സിനെ എല്ലാം ഗ്രാമപ്രദേശങ്ങളിലേക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി വിട്ടു, പ്രൊഫഷണൽസിനെല്ലാം. ഇൻ 1978 ചൈന ഇൻട്രൊഡ്യൂസ്ഡ് റിഫോംസ്.
സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1978 തന്നെ ചൈന നടപ്പിലാക്കി. ഡെങ് സിയാവോ പെങ് ആയിരുന്നു ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത്. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് വേർ എൻകറേജ്ഡ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേർ അലൗഡ്. ദീസ് റിഫോംസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ചൈനീസ് എക്കോണമി. നൗ 65% GDP കംസ് ഫ്രം പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1978 ചൈനയിൽ തുടങ്ങുന്നത്. ലിബറലൈസേഷൻ പോളിസി, ഉദാരവൽക്കരണ നയങ്ങൾ. ഇന്ത്യയിൽ 1991 നടന്നതുപോലെ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ പരിപാടികൾ ചൈനയിൽ നേരത്തെ തുടങ്ങി 1978. അതാണ് ചൈനയുടെ വികസനത്തിനുള്ള അതിയായ മഹത്തായൊരു വിജയത്തിനുള്ളൊരു കാരണം, വളർച്ചയ്ക്കുള്ളൊരു കാരണം. പാകിസ്ഥാൻ എക്കണോമിക് സ്ട്രാറ്റജി. പാകിസ്ഥാൻ അഡോപ്റ്റഡ് കോംപ്രിഹെൻസീവ് പ്ലാനിംഗ് ആൻഡ് മിക്സ്ഡ് എക്കോണമി. പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ തന്നെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് തിരഞ്ഞെടുത്ത വികസനത്തിന് വേണ്ടി. അതുപോലെ തന്നെ സമഗ്രമായ പ്ലാനിങ്ങും സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാൻ ഫോളോഡ് ദ പോളിസി ഓഫ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറക്കുമതി ബദൽ, ഇന്ത്യയെ പോലെ തന്നെ ഇറക്കുമതി ബദൽ, മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന കുറയ്ക്കാൻ വേണ്ടി ഇറക്കുമതി ബദൽ എന്ന പരിപാടി പാകിസ്ഥാനും ഉപയോഗിച്ചിരുന്നു. In 1970s, Pakistan nationalized many industries similar to India. ഇന്ത്യ പോലത്തെ 1970 കുറേ വ്യവസായങ്ങൾ ദേശസാൽക്കരണം നടത്തി പാകിസ്ഥാനിൽ. In 1980s, Pakistan slowly introduced privatization. 1980 സ്വകാര്യവൽക്കരണം തുടങ്ങി പാകിസ്ഥാനിൽ. FDI was encouraged. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം ക്ഷണിച്ചു. Foreign direct investment was encouraged. Direct taxes were reduced. Foreign investment allowed. In brief, there were many similarities between economic policies followed by India and Pakistan. ഇന്ത്യയുടെയും പാകിസ്ഥാനിൻ്റെയും വികസന അനുഭവങ്ങൾ, സാമ്പത്തിക നയങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. പാകിസ്ഥാൻസ് എക്കണോമിക് പോളിസി സ്ട്രാറ്റജി. നോട്ട് എഴുതാം. ഒക്കെ അടുത്തത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഒരു കമ്പാരിസനാണ്. ആദ്യം ഡീമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, ജനസംഖ്യാ പ്രത്യേകതകളുടെ ഒരു താരതമ്യമാണ്. ടേബിൾ നോക്കാം. ടേബിൾ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഈ ടേബിളിൻ്റെ ഒരു വിശദീകരണം പറയാം. ഇന്ത്യ ആൻഡ് ചൈന ടുഗദർ അക്കൗണ്ട് ഫോർ മോർ ദാൻ 240 crores. ഇന്ത്യയും ചൈനയും മൊത്തം കൂട്ടാണ് 240 കോടി ജനങ്ങളുണ്ട്. ചൈനേൻ്റെ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഈസ് ലോ കമ്പയർഡ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഗ്രോത്ത് റേറ്റ് നോക്കുക. അതിൽ ഇന്ത്യ 1.24 ചൈന 0.49, പാകിസ്ഥാൻ 1.65. അപ്പോൾ ഏറ്റവും കുറവ് ചൈനയാണ്, ഏറ്റവും കൂടുതൽ പാകിസ്ഥാനാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നോക്കാം. ഏറ്റവും കുറവ് ചൈനയിലാണ്, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. സെക്സ് റേഷ്യോ നോക്കാം. ഏകദേശം തുല്യമാണ്. എല്ലാ രാജ്യങ്ങളിലും പുരുഷന്മാർ കൂടുതലാണ്. ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലാണ് കാണാം. അർബണൈസേഷൻ ഏറ്റവും കൂടുതൽ ചൈനയിലാണ്, ഇന്ത്യയാണ് കുറവ്. ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, ഇതിൻ്റെ ഒരു വിശദീകരണം.
ഇതിനൊരു വിശദീകരണം പറയാം. ചൈന ആൻഡ് ഇന്ത്യ ടുഗദർ അക്കൗണ്ട് ഫോർ മോർ ദാൻ 2400 മില്യൺ പീപ്പിൾ എന്ന് പറഞ്ഞാൽ 2400 മില്യൺ എന്ന് പറഞ്ഞാൽ 240 കോടിയിൽ പറയാണ്. The growth rate of population is highest in China, lowest in China and highest in Pakistan. The low growth rate is due to adoption of one-child family norm in China in 1978. Sex ratio is more or less similar in all countries. The number of male is higher than female. പുരുഷന്മാരാണ് എല്ലാ രാജ്യത്തിലും കൂടുതൽ. The fertility rate is high in Pakistan and low in China. ഇന്ത്യ ദ മിഡിൽ. ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കുറവ് ചൈനയിലാണ്, കൂടുതൽ പാകിസ്ഥാനിലാണ്. ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ഹയസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ലോവസ്റ്റ് ഇൻ ചൈന. ദ ലോ ഡെൻസിറ്റി ഓഫ് ചൈന ഈസ് ഡ്യൂ ടു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ. അടുത്തത് GDP ആൻഡ് സെക്ടേഴ്സ് താരതമ്യമാണ്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. GDP ഗ്രോത്ത് റേറ്റ് നോക്കുക. 2005 7.6%, ഇന്ത്യ 10.2%, ചൈന 4.4%, പാകിസ്ഥാൻ. ചൈനയിലാണ് GDP ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ കാണാം. രണ്ടാം സ്ഥാനം ഇന്ത്യ. ഈ സെക്ടറൽ കോൺട്രിബ്യൂഷൻ നോക്കണം. ഇന്ത്യ അഗ്രികൾച്ചർ 18%, ഇൻഡസ്ട്രി 25%, സർവീസ് 57%. ചൈന അഗ്രികൾച്ചർ 10%, ഇൻഡസ്ട്രി 44%, സർവീസ് 46%. ഇനി പാകിസ്ഥാൻ അഗ്രികൾച്ചർ 25%, ഇന്ത്യ 21%, ഇൻഡസ്ട്രി 21%, സർവീസ് 14%. അതാണ് സെക്ടറൽ കോൺട്രിബ്യൂഷൻ. ആ ടേബിളിൻ്റെ ഒരു വിശദീകരണമാണ്. GDP ഗ്രോത്ത് റേറ്റ് ഇറ്റ് ഈസ് ഹയസ്റ്റ് ഇൻ ചൈന. ഇൻ പാകിസ്ഥാൻ GDP ഗ്രോത്ത് റേറ്റ് ഈസ് ഡിക്ലൈൻ ഡ്യൂറിങ് 2005-13. GDP growth rate in India during 2005-13 increased compared to 80-90. The sector contribution to GDP in India and Pakistan are more or less similar. In China, the largest contribution GDP is industry. That is because after liberalization, China is emerged as the factory of the world. From the table, we can see that agriculture support bulk of the workforce in 3 countries. Depends on agriculture is highest in India and lowest in China. Contribution to employment by industry is the highest in China among 3 countries. വ്യവസായം കൂടുതൽ ചൈനയാണ്. വാല്യൂ അഡീഷൻ അഗ്രികൾച്ചർ കമ്പയർഡ് ടു ഇൻഡസ്ട്രി സർവീസസ് ഈസ് ലോ ഇൻ ഓൾ 3 countries. കൃഷിയിൽ നിന്നുള്ള ഉൽപ്പാദനം കുറവാണ് 3 രാജ്യങ്ങളിലും കുറവാണ്. ഇന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് കാണാം. ഇന്ത്യയിൽ കൃഷിയിൽ 47%, ഇൻഡസ്ട്രി 25%, സർവീസ് 28%. ചൈനയിൽ അഗ്രികൾച്ചർ 31%, ഇൻഡസ്ട്രി 30%, സർവീസ് 39%. പാകിസ്ഥാനിൽ കൃഷി ചെയ്യുന്നവർ 44%, വ്യവസായം 14%, സർവീസ് 42%. മൊത്തം തൊഴിലാളികൾ ഏതൊക്കെ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നു കാണിക്കുന്നതാണ്. ഇന്ത്യയിൽ 47% കൃഷി ആൾക്കാർ വർക്ക് ചെയ്യുന്ന കൃഷിയിലാണ്. ഇൻഡസ്ട്രി 25%, സേവന മേഖല 28%. ചെറിയൊരു വിശദീകരണം. ദ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ ഈസ് ഹയസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ലോവസ്റ്റ് ഇൻ ചൈന. Contribution to employment by industries is the highest in China. The value addition agriculture is compared to industry and services low in 3 countries. Now indicators of human development. ഇതിൻ്റെ ഒരു ടേബിൾ നോക്കാം. ടേബിൾ നിങ്ങളൊന്ന് വരയ്ക്കണം. മനുഷ്യ വികസന സൂചികയാണ് ഈ കാണിക്കുന്നത്. HDI വാല്യൂ
ചൈനയാണ് ഏറ്റവും കൂടുതൽ കാണാം. HDI റാങ്കിൽ ചൈനയാണ് ഏറ്റവും മുൻപന്തിയിൽ. ലൈഫ് എക്സ്പെക്റ്റൻസി ചൈനയാണ് കൂടുതൽ. അഡൽട്ട് ലിറ്ററസി ചൈനയാണ് കൂടുതൽ. GDP പെർ ക്യാപിറ്റ ചൈനയാണ് കൂടുതൽ. പോവർട്ടി റേഷ്യോ ചൈനയിലാണ് കുറവ്. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ വിശദീകരണം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ചൈന ഈസ് എഹെഡ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ HDI ആൻഡ് HDI റാങ്ക്. ചൈനയാണ് മുൻപന്തിയിൽ. ഇൻ MMR അഡൽട്ട് ലിറ്ററസി റേറ്റ് ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി ചൈന ഈസ് എഹെഡ്. ശിശുമരണ നിരക്ക്, മാതൃമരണം, അഡൽട്ട് ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുസ്, ഇതൊക്കെ ചൈനയാണ് ബെറ്റർ. IMR ശിശുമരണമാണ്, MMR മാതൃമരണമാണ്. പാകിസ്ഥാൻ ഹാസ് ബെറ്റർ ആക്സസ് ടു ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ ദാൻ ഇന്ത്യ. ശുചീകരണ സൗകര്യങ്ങൾ ഇന്ത്യയേക്കാൾ പാകിസ്ഥാനാണ് കൂടുതലുള്ളത്. പാകിസ്ഥാൻ ഹാസ് എ ബെറ്റർ റെക്കോർഡ് ഇൻ പോവർട്ടി റേഷ്യോ ദാൻ ഇന്ത്യ. ദാരിദ്ര്യം കുറവ് പാകിസ്ഥാനിലാണ് ഇന്ത്യയേക്കാൾ. ന്യൂട്രീഷൻ ചൈന ഹെഡ്, ഇന്ത്യ ഈസ് ഹെഡ് ഓഫ് പാകിസ്ഥാൻ. ന്യൂട്രീഷൻ ലെവൽ, പോഷകാഹാരം ലഭിക്കുന്നതിൽ ചൈനയാണ് കൂടുതൽ. ഇന്ത്യ പാകിസ്ഥാനേക്കാൾ മേലെയാണ്. ഓൾ കൺട്രീസ് ഹാവ് ഓൾമോസ്റ്റ് സിമിലർ ആക്സസ് ടു ഇംപ്രൂവ്ഡ് വാട്ടർ സോഴ്സസ്. എല്ലാ രാജ്യങ്ങളിലും കുടിവെള്ള സൗകര്യങ്ങൾ നല്ലതാണ്. വാട്ടർ സോഴ്സസ്. ഓൾ കൺട്രീസ് ഹാവ് ഓൾമോസ്റ്റ് സിമിലർ ആക്സസ് ടു ഇംപ്രൂവ്ഡ് വാട്ടർ സോഴ്സസ്. ഇത്രയാണ് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വികസന വിഭാഗങ്ങളുടെ കമ്പാരിസണാണ്. 3 കാര്യങ്ങളുടെ കമ്പാരിസണാണ് പറഞ്ഞത്. അതിലൊന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ GDP ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് HDI ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു.